പോലീസിനെ അടച്ചാക്ഷേപിക്കാൻ ഞാനില്ല, അടച്ചാക്ഷേപിക്കാനും പാടില്ല. പോലീസുകാരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ പലരും പറയുന്ന ഒരു വിഷയമാണ് ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി. ഡിപ്പാർട്ട്മെൻറ്റിന് പേരുദോഷം ഉണ്ടാകുന്ന ആളുകളെ അത്തരം താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ഇരുത്തരുത്. ഒരു സ്ഥലപ്പത്ത് വരുന്നവരെല്ലാം ഒരു അടിമ മനോഭാവമുള്ളവരാണ്. അല്ല, സർക്കാരിന് അത്തരം ആളുകളെ മതി എന്നുള്ളത് കൊണ്ട് അവർ അത്തരം ആളുകളെ കണ്ടെത്തുന്നു. IPS ഒരു കണ്ണിച്ചോരില്ലാത്തവരാണ് ഇവരൊക്കെ. എന്താ ഇങ്ങനെ? അങ്ങനെ എല്ലാ IPS നമ്മൾ ഇതാക്കി. നല്ല ഉദ്യോഗസ്ഥരുണ്ട്, കഴിവുള്ള ഉദ്യോഗസ്ഥർ ഇതിനകത്തേക്ക് ഉണ്ടായിരുന്നു. അവരൊന്നും ഇതിൻ്റെ തലപ്പത്ത് വരാതെ പിരിഞ്ഞു പോവുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുണ്ടയുടെ വീട്ടിൽ യൂണിഫോം ഇട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പോകുന്നതും. കേരള പോലീസിന് ബോധം വരുന്നത് കോവളത്ത് മാത്രമാണ്. അതെന്താ അങ്ങനെ? പോലീസ് സേനയിൽ ആളില്ലാതെ വന്നാൽ നാട് അരക്ഷിതാവസ്ഥയിലേക്ക് എത്തപ്പെടും. നമസ്കാരം, ഇൻ്റർവ്യൂയിലേക്ക് സ്വാഗതം. ശ്രീ മണികണ്ഠൻ നായർ. നമസ്കാരം. പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രശ്നം പറയുമ്പോൾ ഈ IPS ഉദ്യോഗസ്ഥർ, ചില ഉദ്യോഗസ്ഥർ, എല്ലാവരും ഒന്നും പറയുന്നില്ല, ചില ഉദ്യോഗസ്ഥർ അടിക്കടി ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു ഡയലോഗ്, അല്ലെങ്കിൽ ഒരു അവകാശവാദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ഓർമ്മ വരുന്നത്. പോലീസും ജനങ്ങളും തമ്മിലുള്ള അകലം കുറഞ്ഞു. ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് ഈ കോവിഡ് കാലത്തൊക്കെ അതിരൂക്ഷമായി ഈ ഒരു വാദം കേട്ടിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി താഴോട്ടിറങ്ങി ചെന്നാൽ പോലീസും ജനങ്ങളും തമ്മിലുള്ള അകലം കുറഞ്ഞിട്ടുണ്ടോ, കൂടിയിട്ടുണ്ടോ? പോലീസും ജനവും തമ്മിലുള്ള അകലം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം പോലീസിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ജനത്തിന് കുറേ വിശ്വാസമുണ്ട്. അവർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് പോലീസ് എന്നൊരു കാഴ്ചപ്പാടും കുറേ. ഒന്ന്, വനിതാ പോലീസിൻ്റെ വരവ്, പിന്നെ കാലത്തിൻ്റെ മാറ്റം, വിദ്യാസമ്പന്നരായ പോലീസുകാർ. അപ്പോൾ അവരുടെ ആ ശൈലി കൊണ്ട് ജനത്തിന് ഏത് സമയവും പോലീസ് സ്റ്റേഷനെ ആശ്രയിക്കാമെന്നൊരു ധാരണ ജനത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജനത്തിനെ സംരക്ഷിക്കാനുള്ളവരാണ് പോലീസാണ് എന്ന് ഒരു കാഴ്ചപ്പാട് ജനത്തിൻ്റെ മനസ്സിലുണ്ട്. പോലീസും ഒരു പരിധിവരെ അങ്ങനെ മാറി. താങ്കൾ പറയുന്നത് ശരിയാണ്. നല്ല ഒരുപാട് ഉദ്യോഗസ്ഥർ, വളരെ മാന്യമായി പെരുമാറുന്ന, പോലീസിന് ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ള സത്യം അംഗീകരിക്കുമ്പോഴും ഇന്നും ആ പഴയ ഇടിയൻ പോലീസായിട്ട് പലരും നിലകൊള്ളുന്നു. അതായത് നമ്മൾ ഇങ്ങനെയൊക്കെയാണോ, ഒന്ന് വിരട്ടിയാൽ മാത്രമേ ഇവന്മാരൊക്കെ നേരെ നിൽക്കൂ എന്ന ചിന്ത ചില പോലീസുകാർക്ക് ഇപ്പോഴും ഇല്ലേ? അല്ല, കുറേ പേർക്ക് ഈ പോലീസിനകത്ത് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുവാൻ ഞാനില്ല. പോലീസിനകത്ത് താങ്കൾ നല്ല ഉദ്യോഗസ്ഥർ ഒരുപാട് നന്നായി പെരുമാറുന്ന, വളരെ മാന്യമായി പെരുമാറുന്ന ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ റയറായ കുറച്ച് മോശം പ്രവൃത്തി ചെയ്യുന്ന ആളുകളുമുണ്ട്. ഗുണ്ടാബന്ധമുള്ളവർ, സമൂഹത്തിലെ മോശം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ, പൊതുജനത്തിനോട് മോശമായി പെരുമാറുന്നവർ അടക്കം കുറേ ആളുകൾ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം. ഈ ഗുണ്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ട് ഹേമേന്ദ്ര സാർ ഇൻ്റലിജൻസ് ADGP ആയിരുന്ന സമയത്ത് ഈ എന്താ പറയുക, ഗുണ്ടാ ലിസ്റ്റിൽ പെടുത്താവുന്ന കുറച്ച് പോലീസുകാർ, അവർ ആക്ച്വലി ബൈ പ്രൊഫഷൻ പോലീസുകാരാണ്, പക്ഷേ കർമ്മം കൊണ്ട് അവരൊരു ഗുണ്ടാ സെറ്റപ്പിൽ നിൽക്കുന്നവരാണ്. അവരെ മാറ്റി നിർത്തണമെന്നൊക്കെ പറഞ്ഞൊരു ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിരുന്നു. പക്ഷേ അവരിൽ പലരും ഇപ്പോൾ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിപ്പുണ്ട്. അത് കോൺസ്റ്റബിളറി വിഭാഗത്തെക്കാളും കൂടുതൽ SI-മാർ, CI-മാർ, DYSP-മാർ, SP-മാർ അടക്കമുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് തയ്യാറാക്കിയിരുന്നു എന്നുള്ള ഒരു സത്യം. ആ ആളുകളെയൊന്നും പിന്നെ നിർണായകമായ പോസ്റ്റുകളിൽ, പ്രത്യേകിച്ച് ലാൻഡ് ഓർഡറുകളിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അന്ന് ഒരു ധാരണയുണ്ടായിരുന്നു. അതെ, വാക്കാൽ. യെസ്, വാക്കാൽ. അത് ഡിപ്പാർട്ട്മെൻറ്റിന് പേരുദോഷം ഉണ്ടാകുന്ന ആളുകളെ അത്തരം പിന്നെ ഇത് താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ഇരുത്തരുത്. പക്ഷേ ഇപ്പോൾ അവരെല്ലാവരും രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ചോ എങ്ങനെയോ അവരെല്ലാവരും നമ്മൾ ചിന്തിക്കാത്ത സ്ഥലങ്ങളിലേക്ക് വന്നുപെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുണ്ടയുടെ വീട്ടിൽ യൂണിഫോം ഇട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പോകുന്നതും അവരുടെ ഇപ്പോൾ തന്നെ പിന്നെ കുറേ ഉദ്യോഗസ്ഥർ സസ്പെൻഷനിൽ നിൽക്കുന്നതിൻ്റെയൊക്കെ ഭാഗം ഇങ്ങനെ ഒരു ചിന്തയില്ലാതെ ഇവരുടെ ബാക്ക് ഹിസ്റ്ററി നോക്കാതെ പോസ്റ്റിംഗ് കൊടുക്കുന്നതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് ഈ പോലീസിൻ്റെ മൂല്യച്യുതിക്ക് കാരണം. പോസ്റ്റിംഗ് കൊടുക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞു, ആരാ കൊടുക്കുന്നത്? സർക്കാരിൻ്റെ അറിവോടെ ഉദ്യോഗസ്ഥൻ കൊടുക്കും. പ്രത്യേകിച്ചും DYSP മുതൽ മുകളിലോട്ട് പോസ്റ്റ് ചെയ്യുന്നതെല്ലാം സർക്കാരാണ്, അല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരല്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരെല്ലാം നിസ്സഹായരാണ്. ഇത് രാഷ്ട്രീയ
പോസ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് എല്ലാം. IPS പട്ടിക, IPS ലിസ്റ്റിന് പരിഗണിക്കാവുന്ന പട്ടിക അയക്കുമ്പോൾ അതിനൊരു മിനിമൽ നമ്പർ ഓഫ് ആൾക്കാരെ ഉൾപ്പെടാറുള്ളൂ. ഒരു കുപ്രസിദ്ധ ക്രിമിനൽ DYSP അല്ലെങ്കിൽ DYSP റാങ്കിൽ ഇരുന്നപ്പോൾ കുപ്രസിദ്ധനായ ഒരു വ്യക്തിയെ IPS കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ജംബോ പട്ടിക വരെ ഇവിടെ തയ്യാറാക്കി. അപ്പോൾ ഇതൊക്കെ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? ഒരാളെ ഒരു നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൊള്ളരുതാത്തവൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു ഉദ്യോഗസ്ഥനെ IPS കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ജംബോ പട്ടിക തയ്യാറാക്കി. എന്നിട്ട് സർക്കാർ ജനങ്ങളോട് പറയുന്നു ഇവിടെ പോലീസുകാർ എല്ലാം മാന്യമായി പെരുമാറും, ഇവരെല്ലാവരും നല്ല പിള്ളമാരാണ്. അപ്പോൾ ഇതെങ്ങനെ ജനങ്ങൾ ഏതാ വിശ്വസിക്കുക, ആരെ വിശ്വസിക്കുക? അവിടെയാണ് പോലീസിന് ഇതാണ് പോലീസ് എന്ന് ജനം വിലയിരുത്തപ്പെടുന്നതിൻ്റെ കാരണം ഈ താങ്കൾ പറഞ്ഞ വിഷയങ്ങളാണ്. പോലീസിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ല, വളരെ കരുത്തുറ്റതും കഴിവുള്ളതും ആത്മാർത്ഥതയും ജനസേവകരായ ആയിരക്കണക്കിന് നല്ല ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ അവരെയെല്ലാം ഒതുക്കപ്പെടുന്നു. കുഴപ്പക്കാരുള്ള ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അവരിലേക്ക് ജനത്തിൻ്റെ ജീവനും സ്വത്തും അന്തസ്സും സംരക്ഷിക്കാനുള്ള ബാധ്യത ഏൽപ്പിക്കുന്നു. അവർ അത് തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുന്നു. സമൂഹത്തിന് തെറ്റായ മെസ്സേജ് വന്നുപെടുന്നു. ജനം അനുഭവിക്കുന്നു. അതാണ് സത്യം. ഇത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ കാര്യമാണ് ഈ പറയുന്നത്. പക്ഷേ താഴെ തട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ചോദിക്കുകയാണ്. ഞാൻ ഒരു ദിവസം തിരുവനന്തപുരം നഗരത്തിൽ ഒരു ട്രാഫിക്കിന് നോട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഇടത്തിലൂടെ വരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് ഇടത്ത് എത്താനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കാറ് ഇങ്ങനെ ട്രാഫിക് ലൈൻ പാലിച്ച് വരികയാണ്. പെട്ടെന്നൊരു ഒരു ടവേറ പോലീസിൻ്റെ വാഹനം മുന്നേ കയറി പോകുന്നു. അവരത് ആക്ച്വലി റോങ് സൈഡ് കയറി പോവുകയാണ്. അതിൻ്റെ പിന്നാലെ ഒരു 2 വീലർ പോകുന്നു. ഏജൻസി ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നു. ഞാനും ചെയ്തത് ഒരു നിയമവിരുദ്ധ പ്രവർത്തനമാണ്. ആ പോലീസ് വാഹനവും അതിൻ്റെ തൊട്ട് പിന്നാലെ പോയ 2 വീലറുകാരനും നിയമവിരുദ്ധമായി തന്നെയാണ് ഓവർടേക്ക് ചെയ്തത്. ട്രാഫിക് നിയമങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ്. പെട്ടെന്ന് ഈ വാഹനം അവിടെ നിർത്തുന്നു. അതിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ SI ചാടി ഇറങ്ങുന്നു. ക്യാമറ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. പോലീസ് ഇയാളോട് എന്തൊക്കെയോ മോശമായിട്ട് പെരുമാറുന്നു. അത് കഴിഞ്ഞ് കാറിനടുത്ത് വന്ന് ഞാൻ ചില്ല് താഴ്ത്തുമ്പോൾ എന്നോട് പറയുന്നു, എവിടെ പോകുന്നടാ? ആദ്യത്തെ ചോദ്യമാണ്. വണ്ടി കയറ്റിയിട്ടതാ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്ക്ഡായിപ്പോയി. ഞാൻ പെട്ടെന്ന് വണ്ടി ഒതുക്കിയിട്ടു. അപ്പോൾ ഇയാളെന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഒന്നും ചെയ്തില്ല. കാരണം ഇയാൾ എന്തുകൊണ്ടൊരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു സാധാരണക്കാരനോട് പെരുമാറുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അത് വല്ലാണ്ട് എന്താ പറയുക, വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയൊരു സംഭവമാണ്. ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം. ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമുക്ക് ദിവസവും കേൾക്കാൻ സാധിക്കും. ശരിക്കും താങ്കൾ പറഞ്ഞതുപോലെ ഈ പോലീസിൻ്റെ മേൽത്തട്ടിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, താഴെത്തട്ടിൽ ഇപ്പോഴും ഈ ഇടിയൻ പോലീസ് എന്ന് പറയുന്ന തിയറിക്ക് ഇപ്പോഴും പ്രാധാന്യം വരുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ജനങ്ങൾ നേരിടുമ്പോഴല്ലേ? ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഇന്നും പോലീസ് സേനയ്ക്കകത്തുണ്ട് എന്നുള്ളൊരു സത്യം ഞാൻ നേരത്തെ പറഞ്ഞു. എല്ലാവരും അല്ല. അച്ഛനോളം പ്രായമുള്ളവന് എടാ പോടാ എന്ന് വിളിക്കുന്ന സംസ്കാരം, അതാണ് പോലീസ് എന്ന മിഥ്യാധാരണ കൊണ്ട് നടക്കുന്ന കുറേ ആളുകൾ ഇന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഗതിയുമില്ലാത്ത, ഒരു സ്വാധീനമില്ലാത്ത ആളായിരിക്കും പരാതിയുമായി കടന്നു വരുന്നത്. അയാളോട് എന്താണ് സാർ വന്നത് എന്ന് ചോദിച്ച് മാന്യമായി പെരുമാറാൻ ശ്രമിച്ചാൽ പെരുമാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ പകുതി പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കും. പോലീസുകാരൻ്റെ വിഷയം മേലുദ്യോഗസ്ഥൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ മേലുദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്യുന്ന അതേ രീതി തന്നെ താഴെ പൊതുജനത്തിനോട് അവന് അവിടുന്ന് കിട്ടിയാൽ മാത്രമേ ഇയാൾക്ക് താഴോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം താങ്കൾ പറഞ്ഞ എടാപോട സംസ്കാരം നിലനിർത്തുന്ന കുറേ ഉദ്യോഗസ്ഥരാണ്. ഇവരെയെല്ലാം മേലുദ്യോഗസ്ഥൻ അവരുടെ പേരിൽ നടപടിയെടുത്ത് സേനയ്ക്ക് മാതൃകയാകണം. എന്തുകൊണ്ട് ആകണം എന്ന് ചോദിച്ചാൽ ആ മേലുദ്യോഗസ്ഥൻ നന്നായിരിക്കണം. അച്ഛൻ നന്നായാലേ മക്കൾ നേരെ പോവുള്ളൂ. ആ മേലുദ്യോഗസ്ഥനെ പോലീസ് ഉദ്യോഗസ്ഥൻ കാണാൻ ചെന്നാൽ കാണാൻ അനുവദിക്കില്ല, ഇരിക്കാൻ അനുവദിക്കില്ല. നിസാരമായ കാര്യങ്ങൾക്ക് PR എന്ന് പറയുന്ന ഒരു വലിയ ശിക്ഷാ നടപടി കാണിച്ച് വിരട്ടുന്നു. ആ സംസ്കാരം മാറിയിട്ട് ഇയാളെ അംഗീകരിക്കാൻ, കീഴുദ്യോഗസ്ഥനെ അംഗീകരിക്കാനുള്ള മാനസിക നില മേലുദ്യോഗസ്ഥൻ കാണിക്കണം. അങ്ങനെ കാണിച്ചു തുടങ്ങിയാൽ ഈ ഉദ്യോഗസ്ഥർ പൊതുജനത്തെ അംഗീകരിക്കാനുള്ള മനസ്സ് അവൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഈ പോലീസ് ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. പോലീസുകാർക്ക് ജനങ്ങളോട് ഇടപെടുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള ബോധവൽക്കരണത്തിന് ഇവിടെ ഒരുപാട് സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. വർഷാവർഷം കോളത്തൊക്കെ അത്യാവശ്യം ആഡംബരപൂർണ്ണമായിട്ട് തന്നെ ചില സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു IPS ഉന്നതൻ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: കേരള പോലീസിന് ബോധം വരുന്നത് കോവളത്ത് മാത്രമാണ്. അതെന്താ അങ്ങനെ? ഞാനത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്. ഈ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ആഡംബരത്തിലാണ് ഇവരെല്ലാം വിജയം കണ്ടെത്തുന്നത്. അതിൻ്റെ പരിണത ഫലമോ അതിൻ്റെ ഗുണങ്ങളോ ഒന്നും ആരും വിലയിരുത്തപ്പെടാറില്ല.
അതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ആഡംബരങ്ങളാണ്. അതുകൊണ്ട് താഴെത്തട്ടിലേക്ക് എന്ത് ഗുണമുണ്ടാകുന്നു എന്ന് ആദ്യം പഠിക്കണം. നമ്മൾ അതിന് നിയുക്തരാവേണ്ട ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ പഠിക്കാൻ കഴിവുള്ളവരും കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുകയും അതിന് മനസ്സുള്ള ഉദ്യോഗസ്ഥരെ ആയിരിക്കണം അത്തരം കമ്മിറ്റികളെടുത്തോ അല്ലെങ്കിൽ ആ സംവിധാനത്തിലേക്കോ വിടേണ്ടത്. താങ്കൾ പറഞ്ഞ കോവളം എന്നൊരു വാക്ക് പറഞ്ഞ ആ കോവളത്തിൽ എനിക്ക് പറയാനുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സ് തളരുന്നു എന്ന് പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. വിഴിഞ്ഞം കുറേ ദിവസം മുമ്പ് ഇഷ്യൂ ഉണ്ടായി. അവിടെ ഏകദേശം 65ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഗുരുതരമായി പരിക്കുപറ്റി ഇപ്പോഴും ചികിത്സയിലാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസിൻ്റെ കൂടെ എങ്ങനെ കൂറ് പുലർത്തും? അവരെ ഉപദ്രവിച്ച ആളുകളെ പ്രതിയാക്കിയ ആളുകളെ പേരിൽ ഒരു നടപടിയുമില്ല. നോൺ ബെയിലബിൾ സെക്ഷൻ ഇട്ട് കേസെടുത്തവരെ പോലും ഒരു നടപടിയുമില്ല. ആ കേസുകൾ പിൻവലിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇനി എവിടെയെങ്കിലും പ്രവർത്തിക്കും അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള മനസ്സ് കാണിക്കും എന്ന് താങ്കൾ വിചാരിക്കുന്നു? ശരിക്കും പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം നിർവീര്യമാക്കുന്നു, അവന്റെ മനസ്സിനെ മനോവീര്യം തകർക്കുന്നു. ശരിക്കും അതിൽ രാഷ്ട്രീയക്കാരല്ലേ ഉത്തരവാദികൾ? അതെ. വിഴിഞ്ഞം കേസ് തന്നെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ അവിടെ കേസുകൾ പിൻവലിക്കുകയോ പിൻവലിക്കാതിരിക്കുകയോ നിസ്സംഗത പുലർത്താൻ പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കുകയോ ചെയ്തത് ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റമാണ്, രാഷ്ട്രീയ സംവിധാനം. പക്ഷെ ജനങ്ങൾ എന്ത് പിഴച്ചു? ജനങ്ങളോട് പോലീസുകാർ അപ്പോഴും കയർത്ത് അവരുടെ ഫ്രസ്ട്രേഷൻസ് ജനങ്ങളുടെ മേൽ തീർക്കുന്നത് ശരിയല്ലല്ലോ. അല്ല, ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരിക്കലും പോലീസുകാരൻ പൊതുജനത്തിനോട് അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും മോശമായി പെരുമാറാൻ പാടില്ല. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം 8 മണിക്കൂർ ജോലി എന്നുള്ളൊരു കാര്യം. കാരണം ഈ സ്ട്രെങ്തിൻ്റെ വിഷയങ്ങൾ കാരണം അത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ആഴ്ചയിൽ ഒരു അവധി എന്നുള്ളൊരു കാര്യം പോലീസുകാർ പലരും ഡിമാൻഡ് ചെയ്യാറുണ്ട്. അത് പോസിബിൾ ആണോ? എന്താ അതിൻ്റെ ഒരു? തീർച്ചയായിട്ടും കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷിഫ്റ്റ് സമ്പ്രദായം കൊണ്ടുവരികയും ഡ്യൂട്ടി ഡിവൈഡ് ചെയ്യപ്പെടുകയും ചെയ്താൽ അവന് ഒരാഴ്ചയിൽ ഒരു ദിവസം ലീവ് കൊടുക്കാം. ലീവ് ഇപ്പോൾ 3 ദിവസം ലീവ് ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥനോട് വളരെ തന്മയത്തോടെ ആ SHO ചോദിക്കുകയാണ്, എന്താണ് സുഹൃത്തെ ആവശ്യം? അത് സാർ ഇങ്ങനെ ഇന്ന് ഒരു ദിവസം പോയി ഉച്ചവരെ കൊണ്ട് അത് സാധിച്ചു വന്നാൽ മറ്റേ നമുക്ക് വേറെ ദിവസം പോയാൽ പോരെ? ഓ സാറേ, ഇത്രയും മതി. ആ ഒരു സംയമനം അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് അടുത്ത് പറയേണ്ടത് DYSPയോ അല്ലെങ്കിൽ SPയോ ആണ്. ഇവർ രണ്ടുപേരും കേൾക്കാൻ തയ്യാറല്ല. ഇവിടെ ട്രിവാൻഡ്രത്ത് ഓണത്തിൻ്റെ തിരക്ക് താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഈ ട്രിവാൻഡ്രത്ത് ഈ തിരക്കിനിടയിൽ നിന്ന് ഒരു ലോ ആൻഡ് ഓർഡർ ഉദ്യോഗസ്ഥൻ, ഞാൻ ഒരിക്കൽ നേരിട്ട് അറിഞ്ഞ കാര്യമാണ്, ഉച്ചയ്ക്ക് തിരുവോണ ദിവസം ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് മുണ്ടക്കയത്തുള്ള വീട് വരെ പോയി അമ്മയോടൊപ്പം ഒന്ന് ഊണ് കഴിക്കണം. 4 മണിക്കൂർ പെർമിഷൻ എടുത്തിട്ട് ഇദ്ദേഹം ഇവിടുന്ന് സ്വന്തം വാഹനത്തിൽ മുണ്ടക്കയം വരെ പോകുന്നു, ഊണ് കഴിക്കുന്നു, തിരിച്ചു 4 മണിക്കൂർ ട്രിവാൻഡ്രത്തുനിന്ന് കോട്ടയം. എനിക്കറിയില്ല അങ്ങനെ അദ്ദേഹത്തിന് എങ്ങനെ പോയി വരാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹം പോയി വന്നു. 4 മണിക്കൂർ എന്നുള്ള മേ ബി 5-6 മണിക്കൂർ ആയിരിക്കും. ഒരു സൗകര്യം ചെയ്തു കൊടുത്താൽ അയാൾ എത്ര കണ്ടിന്യൂ ഡ്യൂട്ടിയും ചെയ്യും. അത് മാത്രമല്ല, എത്ര പ്രത്യേക സാഹചര്യങ്ങളിൽ VIP വരുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് കണ്ടിന്യൂ ആയി ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാൽ പോലും ആ കണ്ടിന്യൂ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾക്ക് അന്ന് വൈകിട്ട് കമ്മീഷണർ അല്ലെങ്കിൽ ജില്ലാ മേലധികാരി, നിങ്ങൾ ചെയ്ത ജോലിക്ക് ഞാൻ സംതൃപ്തി രേഖപ്പെടുത്തുന്നു, നിങ്ങളെ ജോലിയെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് കൊടുക്കുകയും അവിടുത്തെ SHO അവരെ ഒന്ന് അപ്രിസിയേറ്റ് ചെയ്യുകയും ചെയ്താൽ അവരെല്ലാം മറന്ന് സാറേ ഇനി ഞങ്ങൾ നിൽക്കാം എന്ന് പറയുന്ന നിലയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന് അവനെ അംഗീകരിക്കണം. ആ അംഗീകാരം കിട്ടണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഗ്രനേഡ് എറിയാൻ കണക്കാക്കിയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കല്ലേറ് കൊള്ളാൻ കണക്കാക്കിയിട്ട് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ അഭിനന്ദിക്കുന്ന കന്റോൺമെന്റ് AC-മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ചിലരെങ്കിലും ഉണ്ട്, ഒറ്റപ്പെട്ടെങ്കിലും ഉണ്ട്. ഒത്തിരി. ഇപ്പോൾ 2 ദിവസം മുമ്പ് മലപ്പുറത്ത് ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന ഉദ്യോഗസ്ഥരെ കണ്ടിന്യൂ ഡ്യൂട്ടി ചെയ്യുന്ന ആ SHOയുടെ ഒരു വയർലെസ് മെസ്സേജ്, നിങ്ങൾ ആ ഡ്യൂട്ടിയെ ഞാൻ അഭിനന്ദിക്കുന്നു, ഈ സാഹചര്യത്തിലും ഇതിന് ചെയ്യാൻ നാളെ ഇവിടെ ഡ്യൂട്ടി. IPS-കാരൊന്നും ഒരു കണ്ണിച്ചോരില്ലാത്തവരാണ് ഇവരൊക്കെ. എന്താ ഇങ്ങനെ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഇരിക്കേണ്ട സ്ഥലത്ത് അങ്ങനെ എല്ലാ IPS-കാരെയും നമ്മൾ ഇതാക്കി. നല്ല ഉദ്യോഗസ്ഥരുണ്ട്, കഴിവുള്ള ഉദ്യോഗസ്ഥർ ഇതിനകത്തേക്ക് ഉണ്ടായിരുന്നു. അവരൊന്നും ഇതിൻ്റെ തലപ്പത്ത് വരാതെ പിരിഞ്ഞു പോവുകയും ചെയ്തു. ഞാൻ പേരുകൾ എടുത്തു പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അത്തരം ആളുകളെയൊക്കെ അന്നും ഇന്നും ഒതുക്കപ്പെടുന്നു. അതിൻ്റെതായ പ്രശ്നങ്ങൾ പോലീസിനകത്തേക്ക് ഉണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോലീസ് തലപ്പത്ത് വരുന്നവരെല്ലാം ഒരു അടിമ മനോഭാവം ഉള്ളവരാണ്. യോജിക്കുന്നുണ്ടോ? അല്ല, സർക്കാരിന് അത്തരം ആളുകളെ മതി എന്നുള്ളത് കൊണ്ട് അവർ അത്തരം ആളുകളെ കണ്ടെത്തുന്നു. ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും. അവർ പറയുന്നത് അപ്പടി അനുസരിക്കണം. ഒരു പോലീസ് മേധാവിയെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പോലീസ് മേധാവി അങ്ങനെ ആവരുത്. പോലീസ് മേധാവി
ശരിയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളായിരിക്കണം. ഒരു പോലീസ് മേധാവിയെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ PSO ആണ് ഫോൺ എടുക്കുന്നത്, അദ്ദേഹത്തോട് കാര്യം ധരിപ്പിക്കണം, എന്നിട്ട് മാത്രമേ പോലീസ് മേധാവിയെ കിട്ടത്തുള്ളൂ. അല്ല, പല ജില്ലാ മേലധികാരികളും അങ്ങനെയാണ്. ജില്ലാ മേലധികാരിയും അങ്ങനെയാണ്. താഴോട്ടുള്ള ഇപ്പോൾ പോലീസിലെ എല്ലാവർക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഫോണാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഫോൺ എടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. പക്ഷേ പല SHOമാരും എടുക്കാത്ത SHOമാരുണ്ട്. അപ്പോൾ മുകളിലോട്ട് അങ്ങനെയാണെങ്കിൽ താഴോട്ടും അങ്ങനെ തന്നെ ഇവരെ കണ്ടാണ് താഴെയുള്ളവർ പഠിക്കുന്നത്. അതാണ് പ്രശ്നം. ഔദ്യോഗിക ഫോൺ നീ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ ശരിയായിരിക്കണം, ഞാനേ എടുക്കില്ല. പിന്നെ അങ്ങനെ ശരിയായ ഉദ്യോഗസ്ഥർ ധാരാളമുണ്ട്. പക്ഷെ അവരുടെ കീഴിലുള്ള അവരെല്ലാം ഒതുക്കപ്പെടുന്നു. അവരുടെ കീഴിൽ ലോ ആൻഡ് ഓർഡറിലുള്ള ഉദ്യോഗസ്ഥരുടെ പോലും താഴോട്ടുള്ള എല്ലാവരും അത് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും പോലീസ് സേനയിലുള്ള എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല. കുറേ ആളുകൾ, നന്നായി പ്രവർത്തിക്കുന്ന ആളുകളെ ഇത്തരം പുഴുക്കുത്തുകൾ അവർക്കും കൂടെ പേരുദോഷം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പോലീസിനെ അടച്ചാക്ഷേപിക്കാൻ ഞാനില്ല, അടച്ചാക്ഷേപിക്കാനും പാടില്ല. നല്ല ഒരു വിഭാഗം, ഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരും നല്ല പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അവരെ ഇത്തരം പുഴുക്കുത്തുകൾ അവരെയും കൂടെ സമൂഹത്തിൻ്റെ മുമ്പിൽ മോശക്കാരായി മാറ്റുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ചില സൊല്യൂഷൻസ് താങ്കൾ പറഞ്ഞു കഴിഞ്ഞ അധ്യായത്തിലും ഈ അധ്യായത്തിലുമായിട്ട്. ഇതിനെല്ലാം അടിസ്ഥാനപരമായി എന്തുകൊണ്ട് ഇത് നടപ്പാക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാമ്പത്തികമാണ്. സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത വരുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം. എന്തൊക്കെ പ്രശ്നങ്ങൾ പുറമേ പറഞ്ഞാലും അത് ചികഞ്ഞ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ സാമ്പത്തികമാണ്. എക്സ്ട്രാ സാങ്ഷൻ സ്ട്രെങ്ത് പോരാ, പുതിയ തസ്തികകൾ വേണം, പുതിയ സബ് ഡിവിഷൻസ് വേണം. ഈ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം സാമ്പത്തികം റിലേറ്റഡ് ആണ്. സംസ്ഥാനമാണെങ്കിൽ ഇപ്പോൾ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നിലവിലെ സാമ്പത്തിക സ്ഥിതി പോലീസിങ്ങിനെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നു? അല്ല, മറ്റ് വിഭാഗങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥരെ കാണുന്നതും പോലീസ് സേനയെ കാണുന്നതും ഒരേ കണ്ണിൽ കാണരുത്. പോലീസ് സേന ഈ സംസ്ഥാനത്തിൻ്റെ ആവശ്യമുള്ള ഒരു ഘടകമാണ്. അപ്പോൾ മറ്റ് ഒരു ക്ലറിക്കൽ വേക്കൻസി 10 വേണം എന്നുള്ള അപേക്ഷ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ചെല്ലുമ്പോൾ അതിന് കൊടുക്കുന്ന പരിഗണനയും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഇത്ര പോലീസുകാരനെ എടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ റിക്വസ്റ്റും ഒരേ കാഴ്ചപ്പാടിൽ ഫൈനാൻസ് കാണാൻ പാടില്ല. കാര്യം സെക്രട്ടേറിയറ്റിൽ ഫിനാൻസുകാർ ഇരിക്കുന്നതന്നെ എവിടെ കുറിയിടാമെന്നാണ് അവർ ഗവേഷണം. അത് കുറി ഇട്ടോട്ടെ, പക്ഷേ അത് ആവശ്യങ്ങൾക്ക് പോലീസ് സേന പോലെയുള്ള അല്ലെങ്കിൽ ഫയർഫോഴ്സ് പോലെയുള്ള അത്യാവശ്യ മേഖലകളെ അതിൻ്റേതായ സീരിയസ്നെസ്സിൽ ഈ റെക്കമെൻഡേഷൻ ആവശ്യമാണോ ഇല്ലയോ എന്ന് അവർ ഒന്ന് മനസാക്ഷിയോടെങ്കിലും ചോദിക്കണം. പോലീസ് സേനയിൽ ആളില്ലാതെ വന്നാൽ നാട് അരക്ഷിതാവസ്ഥയിലേക്ക് എത്തപ്പെടും. അതുകൊണ്ട് അവർക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന നിലപാടിലേക്ക് ഫൈനാൻസ് എത്തിയാൽ, അല്ലെങ്കിൽ അവരെ ഇവിടുത്തെ രാഷ്ട്രീയ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ അതിനുവേണ്ടി ഒരു സമ്മർദ്ദം ചെലുത്തിയാൽ ഈ പോലീസിനകത്തേക്ക് ഈ സാമ്പത്തികത്തിൻ്റെ പ്രശ്നത്തിൽ ഒരു എക്സംഷൻ കിട്ടും. കേൾക്കാൻ രസമുണ്ട്, പക്ഷേ ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാണെന്ന് പ്രായോഗികമായേ പറ്റൂ. കാരണം നാട്ടിന്റെ നിലനിൽപ്പാണ്. നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ധനം ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മോശമാണ്. പോലീസ് സേന ഇതിനേക്കാളും മോശമായി മാറും. പക്ഷേ ഫിനാൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡീഷണൽ സെക്രട്ടറിമാർക്കൊക്കെ പലർക്കും മകന് ഓൺലൈൻ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ അവർ ആപ്പിളിൻ്റെ ലാപ്പൊക്കെ വാങ്ങിക്കുന്നുണ്ട്, മാക്കൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിനൊന്നും ഒരു തടസ്സമില്ല. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ സാമ്പത്തിക പ്രശ്നമാണ്. ഇവിടെ പോലീസിനെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. എല്ലാ കാര്യത്തിനും പോലീസിനെയാണ് സമൂഹം കുറ്റപ്പെടുത്തുന്നത്. ഈ നമ്മൾ സംസാരിച്ച പോലീസിൻ്റേതായ അഹം ആരും അറിയുന്നില്ല. ഒന്ന്, സമൂഹം തന്നെ ഇവിടുത്തെ നിയമം പാലിക്കാൻ തയ്യാറല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു സാധാരണ 2-3 പോലീസ് ഉദ്യോഗസ്ഥരൊന്ന് വലിയൊരു മാസിനെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ, സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും അവിടെ നിൽക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞാൽ ഉടൻ അവിടെ നിന്നുണ്ടാകുന്ന അഭിപ്രായം അതൊരു കഴിവേട്ട പോലീസുകാരൻ, വാടാ നമുക്ക് അപ്പുറത്തോട്ട് കയറി നിൽക്കാം എന്നാണ്. പക്ഷേ ഈ പോലീസുകാരൻ്റെ രൂപവും ഭാവവും മാറി ലാത്തി കയ്യിലെടുത്ത് പഴയ പോലീസ് രീതിക്ക് പോയാൽ അയാൾ മോശക്കാരനായ പോലീസുകാരനാണ്, അയാൾ തല്ലും, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട എന്നാണ് ജനത്തിൻ്റെ മനസ്സ്. അതൊരു സത്യമാണ്. നമ്മൾ നിയമം അംഗീകരിക്കാൻ തയ്യാറായ സൊസൈറ്റി മാറണം. പോലീസ് മാത്രം മാറിയാൽ പോരാ, സൊസൈറ്റി മാറണം. ഈ പോലീസിൻ്റെ
നടപടിക്രമങ്ങൾ പലപ്പോഴും വിമർശന വിധേയമാകാറുണ്ട്. അതിൻ്റെ പിന്നിൽ അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കടന്നു വരവ് പോലീസിങ്ങിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? അതായത് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ആധാരമായ വിഷയം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലീവ് ചോദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ അസഭ്യം പറയുകയാണ്. ഇതെല്ലാം പുറത്തറിഞ്ഞത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ്. അതിനൊരു മെറിറ്റുമുണ്ട്. പക്ഷേ ഇതേ സോഷ്യൽ മീഡിയ പോലീസിൻ്റെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? യഥാർത്ഥം പറഞ്ഞാൽ എനിക്ക് താങ്കൾ പറഞ്ഞ വിഷയം പേടിപ്പെടുത്തുന്നതാണ്. പോലീസ് സേനയിലുള്ള ആളുകളുടെ കൂട്ടായ്മകൾ ആ കൂട്ടായ്മകൾ പലപ്പോഴും സർക്കാരിനെ അംഗീകരിച്ചും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ ഒരാളിനെ സൈഡ് ചെയ്തും. കൂട്ടായ്മ എന്ന് പറയുന്നത് അസോസിയേഷനെയാണോ അതോ? അല്ലാതെ തന്നെ അസോസിയേഷൻ്റെ ലേബലിലും അല്ലാതെയും പോലീസുകാരുടെ കൂട്ടായ്മകളുണ്ട്. അതിനകത്തൊക്കെ പോലീസ് സേനയ്ക്ക് മുമ്പ് പാടില്ലായിരുന്നു എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും അസോസിയേഷൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു. അതൊരു അപകടത്തിൽ ശരിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഈ പോലീസിൻ്റെ നിയമവിരുദ്ധമായ ചർച്ചകളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. തീവ്രവാദ സ്വഭാവം അത്തരത്തിൽ ചില കൂട്ടായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തീവ്രവാദ സ്വഭാവം പരസ്യമായി ചർച്ച ചെയ്യപ്പെടാറില്ല. പോലീസിനകത്തെ പ്രശ്നങ്ങൾ ഈ രാഷ്ട്രീയ ലാക്കോടെയുള്ള ചർച്ചകൾ പോലീസ് സേനയ്ക്ക് ഗുണകരമാകില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പറഞ്ഞല്ലോ, പ്രത്യേകിച്ചും ഇന്നത്തെ സംഘടനയുടെ ഈ വൺ സൈഡ് പോക്ക്. പോലീസിനകത്ത് പണ്ട് സഭകൾ വയ്ക്കുമായിരുന്നു. എന്തിനെന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും നേരിട്ടറിയാൻ ഈ ജില്ലാ മേധാവി അടക്കം വരും. ഇപ്പോൾ അതിനാണ് ഈ സംഘടന ഉണ്ടായതിന് ശേഷം സംഘടനയിലൂടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യങ്ങൾ അവരുടെ മുമ്പിൽ ഉന്നയിക്കപ്പെടും എന്നുള്ളതാണ് കാഴ്ചപ്പാട്. പക്ഷേ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ വൺ സൈഡാണ്. കാലകാലങ്ങളിൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. കാരണം ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം വിധേയപ്പെട്ട് നിൽക്കുന്ന അസോസിയേഷനുകളാണല്ലോ. എല്ലാ കാലത്തും അങ്ങനെ അതിൽ ഇപ്പോൾ അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു പോയിരിക്കുന്നു. ഒരു ഏകാധിപത്യം വന്നു എന്നാണ് പറയുന്നത്. യെസ്, അങ്ങനെയാണ് കാര്യം. ഒരു വിഭാഗത്തിന് ഇത് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള അയാളെ നിന്നും ഈ സംഘടനാ നേതൃത്വവും എല്ലാ മാസവും മാസവരിയും ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഈ സംഘടനയ്ക്ക് വേറെ സംഘടന ഇല്ല, ഒറ്റ സംഘടനയേ ഉള്ളൂ. അപ്പോൾ നീതി രണ്ടുപേർക്കും കിട്ടണം. അവരുടെ പ്രശ്നവും ഇവർ അഡ്രസ്സ് ചെയ്യണം. പക്ഷേ ഇവർക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം അഡ്രസ്സ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നത് കൊണ്ടാണ് മറ്റവർ പോലീസ് സേനയിൽ ഒരു വിഭാഗമായി മാറുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയോ ഇതിനകത്തൊരു മോശമായ സ്റ്റേജിലേക്ക് പോലീസ് സേന പോയെത്താൻ കാരണമാകുമോ എന്നൊരു പേടി എനിക്കുണ്ട്. പോലീസുകാരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ പലരും പറയുന്ന ഒരു വിഷയമാണ് ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി. അതായത് ഭരിക്കുന്ന ആൾക്കാരോടുള്ള അമിതമായ വിധേയത്വം പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലർ കാണിക്കുന്നു. ചിലപ്പോഴെങ്കിലും അതിൽ അസോസിയേഷൻ നേതാക്കന്മാരും വന്നേക്കാം. ഇത് എത്രത്തോളം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്? അപകടം ചെയ്യും. എങ്ങനെ? നമ്മളെ അഭിപ്രായങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നമ്മളെ കാര്യസാധ്യത്തിന് വേണ്ടി ഓച്ചാനിച്ച് നിൽക്കുന്ന സംസ്കാരം പണ്ട് പോലീസ് സേനയിലുണ്ടായിരുന്നു. അത് വീണ്ടും ഒരു അടിമ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ യജമാൻ പറയുന്നത് മാത്രം ശരി എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയാൽ കാലത്തിനനുസരിച്ച് ഉള്ള ഈ വന്ന മാറ്റങ്ങളും കൂടെ ഇല്ലാതാവുകയും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അതുകൊണ്ടാണ്. പക്ഷേ ഈ വിധേയപ്പെടൽ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പക്കാ ഗുണ്ടായിസം ലെവലിലോട്ടെങ്കിലും ചിലപ്പോഴെങ്കിലും ചില സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ ഗൺമാനുമായി ബന്ധപ്പെട്ട വിവാദം. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ട ഉദ്യോഗസ്ഥൻ നേരിട്ട് ലാത്തി എടുത്തിട്ട് നാട്ടുകാരെ തല്ലുകയാണ്, പ്രതിഷേധക്കാരെ തല്ലുകയാണ്. ഇതൊക്കെ ശരിക്കും പോലീസ് സേനയ്ക്ക് തന്നെ അവമതിപ്പ് ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ? പോലീസ് സേനയ്ക്ക് അവമതിപ്പ് മാത്രമല്ല, സമൂഹത്തിൽ എന്താണ് അവർ കൊടുത്ത മെസ്സേജ്? ഒരു ഗൺമാൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ലാത്തി അയാൾക്ക് ഇഷ്യൂ ചെയ്തിട്ടില്ല. അയാൾ ഇവിടുന്നോ തടി കൊണ്ടുവന്ന് ഇത് ചെടിച്ചട്ടി കൊണ്ടുമൊക്കെ ഇപ്പോൾ സമരം ചെയ്ത ജനത്തിനെ അടിക്കുകയാണ്. അദ്ദേഹം ചെയ്യേണ്ടത് ഈ ഇവരിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് പിന്നെ കുഴപ്പം വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ ഇത് ദൂരേക്ക് ഓടിച്ചെന്നിട്ട് മൃഗീയമായി ഉപദ്രവിക്കുന്നു. അത് അയാളുടെ ഭാഗത്തു നിന്ന് ആ പാളിച്ച ഉണ്ടായത് മാത്രമല്ല, അതിനെ ന്യായീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉദ്യോഗസ്ഥരും. അതാണ് മനസ്സിലാവാത്തത്, എന്താണ് പോലീസ് എന്ന്. ഇതിൽ
അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി വേണമെങ്കിൽ കാണാം. പക്ഷേ നമ്മൾ കാണേണ്ടത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രതിഷേധ പരിപാടികളും കഴിഞ്ഞ നാളുകളിൽ സംസ്ഥാനത്ത് കണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് പൈലറ്റും എസ്കോർട്ടും പോകുന്നത് കേരള പോലീസാണ്. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ പല വീഡിയോസിലും സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വീഡിയോസ് കാണാൻ സാധിക്കും. പോലീസിൻ്റെ ഇന്നോവ ഫ്രണ്ടേ വരുന്ന പൈലറ്റ് വാഹനം നേരെ വഴിയോരത്ത് നിൽക്കുന്ന സമരക്കാരുടെ നേരെ പാഞ്ഞു വരികയാണ്. അതായത് ഇൻറ്റൻഷനലി വരികയാണ്. സമരക്കാർ അവിടെ നിന്ന് കാണിച്ചു കൊള്ളട്ടെ, അവരെ വേണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ പിന്നാലെ വരുന്ന ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്ത് കൊള്ളട്ടെ, അത് ഓക്കെ ഫൈൻ, അത് അവരുടെ ഡ്യൂട്ടി എന്ന് പറയാം. പക്ഷേ ആ ഇന്നോവ വാഹനം, അതായത് 100 കിലോമീറ്ററിലധികം വേഗതയിൽ പാഞ്ഞു വരുന്ന വാഹനം ഈ പ്രതിഷേധക്കാർക്ക് നേരെ പാഞ്ഞു വരുന്ന അടുത്തെത്തിയിട്ട് ജസ്റ്റ് അങ്ങ് പോകുന്നു. ചിലപ്പോഴെങ്കിലും ചില വീഡിയോകൾ കാണുന്നത് ഡോറ് തുറന്ന് പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് ഇങ്ങനെ തള്ളാനായിട്ട് വരുന്നു. ഇതൊക്കെ എന്തുമാത്രം മോട്ടോർ വാഹന നിയമത്തിനെതിരാണ് ഇവരുടെ പ്രവൃത്തി. അത് ഒരു വശം. 2, നിയമപരമായും ധാർമ്മികമായും ഇവർ ചെയ്യുന്നത് ശരിയല്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. പോലീസിനെ കുറ്റം പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥരാണോ ഗുണ്ടകളാണോ? അത് സേനയുടെ ഭാഗമാണ് അവർ. അപ്പോൾ സ്വാഭാവികമായും സാങ്കേതികമായും അവരെ പോലീസുകാരെന്ന് പറയാനേ പറ്റത്തുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല. അവര് വണ്ടി ആയിട്ട് മുഖ്യമന്ത്രിയെ കടത്തിക്കൊണ്ടു പോവുക എന്നുള്ള ഒരു പ്രശ്നവും മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു മന്ത്രിക്കോ ഒരു കോട്ടവും തട്ടാതെ സംരക്ഷിച്ചു കൊണ്ടുപോവുക എന്നുള്ള ഒരു ജോലിയാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരവരെ വണ്ടി ഇടിച്ച് അതിനൊക്കെ വേറെ പൈലറ്റ് പോകുന്നുണ്ട്, പുറകെ ആൾ വരുന്നുണ്ട്, അവർ നടത്തിക്കോളും. പൈലറ്റ് വാഹനം വഴിയോരത്ത് നിൽക്കുന്നവരെ ഇടിക്കാനായി വരുന്നു, അല്ലെങ്കിൽ അവരുടെ നേരെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ജസ്റ്റ് ഒന്ന് കൈ സ്ലിപ്പായി കഴിഞ്ഞാൽ എത്ര പേരുടെ ജീവൻ നഷ്ടമാണ്. ജീവൻ നഷ്ടപ്പെട്ടാൽ ഈ പറയുന്ന ആൾ പ്രതിയാവും. ആരും കാണുകയില്ല, സംരക്ഷിക്കാരും ആരും കാണില്ല. പോലീസുകാർ തന്നെ തിരിച്ചറിയണം. അതെ, പോലീസുകാരൻ സ്വയം മനസ്സിലാക്കണം. രാജാവിനേക്കാൾ വലിയ രാജഭക്തി അയാള് പോലീസുകാരന് തിരിച്ചടിയാവും, അയാളുടെ ജീവിതം പോയി കിട്ടും. പക്ഷെ ഇതാര് പറയും, ആര് ചെയ്യും, ആര് നിയന്ത്രിക്കും എന്നുള്ളതാണ്. സ്വയം ചിന്തിച്ചില്ലെങ്കിൽ ഭാവിയിൽ അതിനെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും. റിട്ടയർ ചെയ്ത പോലീസുകാരുടെ കാര്യം പറയാം. പണ്ടൊക്കെ അല്ല, ഇപ്പോഴും പറയുന്നുണ്ട്, ഈ റിട്ടയർഡായ പോലീസുകാരന് ആരും 5 പൈസ കടം കൊടുക്കത്തില്ല എന്ന് പറയും. ഈ റിട്ടയർഡ് ആയതിനു ശേഷം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലെയല്ല, ഇവരുടെ ജീവിതം മുഴുവൻ കോടതി കയറി ഇറങ്ങിയിട്ടാണ് ഇവരുടെ ജീവിതം തീരുന്നത്. ശരിക്കും റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും മാനസിക സമ്മർദ്ദത്തിന് ഒരു കുറവ് ഉണ്ടാവില്ലല്ലോ. അല്ല, താങ്കൾ പറഞ്ഞതിൻ്റെയോട് എനിക്ക് ആദ്യം പറഞ്ഞതിൻ്റെയോട് യോജിപ്പില്ല. പഴയ കാലത്ത് പെൻഷനായ പോലീസ് ഉദ്യോഗസ്ഥരെ പോലെയൊന്നും അല്ല ഇന്ന് സമൂഹം. ഇന്ന് വിരമിച്ച പോലീസുകാർ, കോർപ്പറേഷൻ കൗൺസിലർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഈ നാട്ടിലെ അമ്പല കമ്മിറ്റി പ്രസിഡന്റുമാരും സമൂഹവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുന്നവരും അടക്കം ഒത്തിരി ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന 100 കണക്കിന് വിരമിച്ച പോലീസുകാരുണ്ട്. അതുകൊണ്ട് പഴയ കാഴ്ചപ്പാട് ആണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെയല്ല. ഇന്ന് വിരമിച്ച പോലീസുകാരുടെ, ഞാൻ ഇന്ന് വിരമിച്ച ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആളാണ്. ഞങ്ങളുടെ സംഘടനയിൽ 10,000-കണക്കിന് ആളുകളുടെ കൂട്ടായ്മയുണ്ട്. രാഷ്ട്രീയ സ്വഭാവമില്ല, ഡെസിഗ്നേഷൻ ഇല്ല. പോലീസ് കോൺസ്റ്റബിൾ മുതൽ DGP വരെ ഉള്ളവരുടെ കൂട്ടായ്മയാണ്. ഇപ്പം ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം ഗവർണറാണ് ഉദ്ഘാടനം ചെയ്തത്. വളരെ ശക്തമാണ്. പോലീസുകാരെ പഴയ കാഴ്ചപ്പാടിൽ കാണുന്നത് ശരിയല്ല, വിരമിച്ച ആളുകളെ. താങ്കൾ രണ്ടാമത് ചോദിച്ച ചോദ്യം, കോടതിയിലെ ഡ്യൂട്ടി വിരമിച്ച് കഴിഞ്ഞാലും ഇതിന് ഏറ്റവും വളരെ പ്രയാസമുള്ളതും ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടതുമായ വിഷയമാണ് താങ്കൾ ചോദിച്ചത്. 10, 20, 25 വർഷവും മുമ്പും ചാർജ് ചെയ്യപ്പെട്ട കേസുകൾ ഇപ്പോഴും കോടതിയിൽ വിചാരണയ്ക്ക് വരുന്നുണ്ട്. അന്ന് ആ ചാർജ് കൊടുത്ത കേസിലെ സാക്ഷികളായും അല്ലെങ്കിൽ ചാർജ് കൊടുത്ത ഉദ്യോഗസ്ഥനെയും ഒരു രവികുമാർ സബ് ഇൻസ്പെക്ടർ എന്ന് മാത്രമേ എഴുതിയിട്ടിരിക്കുകയുള്ളൂ. ഈ രവികുമാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ, ഇയാൾ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. പ്രത്യേകിച്ചും കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇയാളെ നാളെ ഇപ്പോൾ പണ്ട് കാലത്ത് മജിസ്ട്രേറ്റുമാരായി വരുന്നവരെല്ലാം കോടതി പ്രാക്ടീസ് കഴിഞ്ഞ് ഇന്ന് കോടതി പ്രാക്ടീസും വേണ്ട, അവർക്ക് ഈ പോലീസിൻ്റെ ബുദ്ധിമുട്ടും മനസ്സിലാവില്ല. പല SHO, എൻ്റെ ഒരു മെയിൻ ജോലി, പല പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്നെ ദിവസവും വിളിക്കും, സാർ ഇന്ന വിളപ്പിശാല പോലീസ് സ്റ്റേഷനിൽ 2002 ജോലി ചെയ്തിരുന്ന ഒരു കൃഷ്ണൻകുട്ടി സാറ് എവിടെയാണെന്നറിയാമോ സാർ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഏത് നാട്ടുകാരനാണ്, ഏത് കൃഷ്ണൻകുട്ടി? ഞാൻ സംഘടനാ പ്രവർത്തകനായതുകൊണ്ട് കാലങ്ങൾ കൊണ്ട് എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ പലരെ അറിയാമെന്നുള്ളത് കൊണ്ടും പോലീസിൻ്റെ വിരമിച്ച ആളുകളുടെ ഒരു ഡയറക്ടറി എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ടും
കുറേ ആളുകളെ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റും. അപ്പോൾ ഈ കോടതിയിൽ ഈ വർഷങ്ങൾക്ക് കഴിഞ്ഞുള്ള ഈ ജോലിയാണ് ഏറ്റവും വലുത്. അത് മാത്രമല്ല 20 വർഷം മുമ്പ് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് കോടതിയിലേക്ക് സാക്ഷി വഴി പറയാൻ പോകുന്നത്. അയാൾക്ക് 76 വയസ്സ്. ഒന്ന് അയാൾ ചെന്നാൽ കോടതി സാമാന്യ മര്യാദ പോലും ആ വിരമിച്ച ഈ പടുകളവനോട് കാണിക്കാറില്ല. രാവിലെ ചെന്ന് പ്രസന്റ് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഇയാൾ ഇങ്ങനെ നിൽക്കണം. ഇതിനുള്ള ഈ വ്യവഹാരത്തിനുള്ള ചെലവൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെയാണോ പോകുന്നത്? അതിൻ്റെ ചെലവ് കോടതിയിൽ നിന്ന് തരണം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, രണ്ടിടത്തുനിന്നും കിട്ടാറില്ല. അതായത് സർവീസിൽ ഇരിക്കുമ്പോൾ കേസ് അന്വേഷണത്തിന് പോകണമെങ്കിൽ പലപ്പോഴും സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് ഡീസൽ. അതേ സ്ഥിതി തന്നെയാണ് ഇപ്പോഴും. പല ജീപ്പും സ്റ്റാർട്ട് ആവാറില്ല ഇപ്പോഴും. ഈ ആധുനികവൽക്കരണത്തിന്റെ കാലത്തിലും ജീപ്പുകൾ സ്റ്റാർട്ട് ആവാത്ത സ്റ്റേഷനുകളുണ്ട്. ഈ പെട്രോളിങ്ങിന് ഓടുന്ന വാഹനങ്ങൾ പോലീസുകാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ആ വാഹനം ഒതുക്കി വെച്ചിട്ട് സ്വന്തം വാഹനത്തിലാണ്. ചില ഇന്നോവയുടെ ഒക്കെ ഫ്രണ്ടിൽ ചണം കൊണ്ട് കെട്ടിയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അതാണ് സ്ഥിതി. മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ഇവിടെ പണമില്ല, ഉപയോഗിക്കുന്നില്ല. പോലീസിന്റെ ആ ഒരു പെട്രോൾ ഇല്ലാതെ വണ്ടികൾ ഒതുക്കിയിടുന്ന സ്ഥിതി നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞത് കോടതിയിലേക്ക് ഇവർ ചെന്നുവിട്ടാൽ ഇവരിങ്ങനെ ഒരു ദിവസം കൊണ്ട് ഈ വയോവൃദ്ധനെ അയാളുടെ ഭാഗം കേട്ട് സാക്ഷി പട്ടികയിൽ നിന്ന് അയാളെ വിടുകാനുള്ള ഒരു നടപടി ഉണ്ടാകുക. പിന്നെ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ, ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്കും ഇയാളെ കോടതി വിളിച്ചു വരുത്തും. അത്തരം ആളുകൾ അത്തരം വിഷയങ്ങളെ ആ സാക്ഷി പട്ടികയിൽ നിന്ന്, ഞാൻ പറഞ്ഞ സീരിയസ് വിഷയങ്ങളല്ല, നിസ്സാര കാര്യങ്ങൾക്ക് സാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിയമം ഇവിടെ കൊണ്ടുവരണം. വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഈ വിരമിച്ച പോലീസ് അസുഖം പിടിച്ച് കിടക്കുന്ന ആളുകളെ ഇങ്ങനെ കോടതിയിലേക്ക് വരുത്തി പീഡിപ്പിക്കുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, അടൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു SHO എന്നെ രാത്രി 11 മണിക്ക് വിളിക്കുകയാണ്. എനിക്ക് ഒരു സഹായം ചെയ്യണം. അടൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു 22 വർഷം മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരാളുണ്ട്, തിരുവനന്തപുരത്തുകാരനാണ്. എന്നെ ഇന്ന് കോടതി പിരിയുന്നവരോ കോടതി പിടിച്ചു നിർത്തി. SHO പറയാണ്, എനിക്ക് എവിടുന്നെങ്കിലും അയാളെ കിട്ടണം, എന്തെങ്കിലും. എനിക്ക് ഈ പേര് കേട്ടപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു പേരാണെന്ന് തോന്നി. ഞാൻ പറഞ്ഞു, എനിക്ക് ആൾ ജീവിച്ചിരിപ്പുണ്ട്, അയാൾക്ക് ഇങ്ങനെ അസുഖമാണെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചു. തിരുവല്ലം പോലീസ് സ്റ്റേഷൻ. അദ്ദേഹം രാത്രി തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ CI അദ്ദേഹം ഡയറക്റ്റ് വിളിച്ച് ആ ആളിൻ്റെ വീട് ലൊക്കേറ്റ് ചെയ്തു. രാത്രി ആ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ മകൻ പറയണം, അച്ഛനെ വിളിക്കാൻ ഒക്കില്ല, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്, അച്ഛനെ രാവിലെ വന്നാൽ നമുക്ക് സംസാരിക്കാം. കാര്യം ഇദ്ദേഹത്തിനെ കോടതിയെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തേക്കെ ഉള്ളൂ. അയാൾ മരിക്കാൻ കിടക്കണം, ഓപ്പറേഷൻ ഇത് കിടക്കണം, ഒന്നും കോടതിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്കിപ്പം കിട്ടണം. ഇത് കോടതി 20 വർഷം വച്ച് താമസിപ്പിച്ചതിനും ഇത് വിചാരണയ്ക്കെടുക്കാത്തതിനും ഒന്നും കുഴപ്പമില്ല. അസുഖമായ പോലീസുകാരൻ അവിടെ എത്താത്തതിലാണ് കുഴപ്പം. സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളൊന്നും ബാധകമല്ല, പോലീസുകാരൻ മാത്രമാണ് പ്രശ്നക്കാരൻ. പോലീസുകാരുടെ പ്രശ്നങ്ങൾ അത് ഈ സിസ്റ്റം മാറ്റാനായിട്ട് ഇവിടെ നിയമ നടപടികൾ എങ്ങനെയാകണമെന്ന് സമൂഹം ചിന്തിക്കണം, ഡിപ്പാർട്ട്മെൻറ്റ് ചിന്തിക്കണം, സർക്കാർ ചിന്തിക്കണം. ഇതിനൊരു അടപടലം മാറ്റം കൊണ്ടുവരണം. മനസ്സിലായി. താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. എന്തായാലും പോലീസുകാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് വ്യക്തമാണ് ഈ സംഭാഷണത്തിൽ. അതുപോലെ തന്നെ ചുരുക്കം ചിലർ ചെയ്യുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൊള്ളരുതായ്മകൾ മൊത്തം സേനയ്ക്കും ആകെ നാണക്കേടാകുന്ന സംഭവങ്ങൾ പറഞ്ഞു. ഏതായാലും ഇത് കാണേണ്ടവർ കാണുന്നുണ്ടെന്നും കേൾക്കേണ്ടവർ കേൾക്കുന്നുണ്ടെന്നും എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടാകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം, പ്രതീക്ഷിക്കാം. ഇനിയൊരവസരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും ചേരാം, പിന്നീട് ചർച്ച ചെയ്യാം. നന്ദി.